പാചകവാതക പ്രതിസന്ധിയിൽ സ്തംഭിച്ച് ഹോട്ടൽ മേഖല. വിതരണ ശൃംഖലയിൽ കൂടുതൽ പരിഗണന വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിലവിൽ 10% വിഹിതം മാത്രമാണ് ലഭിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വ്യവസായം പ്രതിസന്ധിയിലായതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന സാഹചര്യത്തിലാണ്. പ്രതികരണത്തിലേക്ക് ആദ്യം. പാചകശാസ്ത്രം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെ ബാധിക്കുന്നത് പറയാൻ തന്നെ എനിക്ക് ഉത്തരം നൽകാനില്ല. ഞാൻ ഒരു ദിവസം ഞങ്ങൾ അടച്ചു. ഇന്നലെ ഒരു കുറ്റി കിട്ടിയപ്പോൾ തുറന്നു. കരിഞ്ചന്തയിൽ ഗ്യാസ് എടുക്കുന്നതാണ് ലാഭം എന്നുള്ള രീതിയിലാണ് വിറകുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന സപ്ലൈ ചെയിനിൽ 50% ഹോട്ടലുകൾക്ക് വെയിറ്റേജ് തരണം. 10% കൊണ്ട് ഒരിക്കലും കഴിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കേന്ദ്രമന്ത്രിക്കും ഗവൺമെൻറ്റിനൊക്കെ ഞങ്ങൾ പേഴ്സണലി തന്നെ ഞങ്ങളൊരു കത്ത് അയച്ചിരുന്നു. അതിന് മറുപടി ഒന്നുമില്ല. കേരള ഹൈക്കോർട്ട് മുമ്പാകെ ഞങ്ങൾ റിട്ട് പെറ്റീഷൻ ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. 50% ഞങ്ങൾക്ക് വെയിറ്റേജ് തരണമെന്നാണ്. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ പാചകവാതക പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഹോട്ടൽ ഉടമകളാണ്. പലയിടത്തും ഹോട്ടലുകളിൽ മെനു വെട്ടിക്കുറയ്ക്കുന്നു, പലയിടത്തും എല്ലാ നേരവും കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹോട്ടൽ ഉടമയുടെ പ്രതികരണം കണ്ടല്ലോ. അപ്പോൾ എന്താണ് ഹൈക്കോടതിയിൽ ഇവർ ആവശ്യപ്പെടുന്നത്? ആയിരക്കണക്കിന് ഹോട്ടൽ തൊഴിലാളികളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. സ്മൃതി, ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി 20% അധികം ഗ്യാസ് നൽകാൻ തീരുമാനമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2-3 ദിവസം കൂടുമ്പോൾ ഓരോ സിലിണ്ടർ ഗ്യാസാണ് പല ഹോട്ടലുകൾക്കും ലഭ്യമാവുന്നത്. ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. 1-2 ദിവസങ്ങൾ ഇടവിട്ട് ഹോട്ടലുകൾ തുറക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വിറകടുപ്പിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കരിഞ്ചന്തയിൽ ഗ്യാസ് സുലഭമായി ലഭിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. 4000 രൂപയോളമാണ് ഒരു സിലിണ്ടറിന് കൊടുക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. അതായത് ഇപ്പോൾ വിതരണ ശൃംഖല കാര്യക്ഷമമല്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ടാണ് അവർ ഇതുകൊണ്ട് കാണുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകുന്നതിന് 10% മാത്രമാണ് ഹോട്ടലുകൾക്ക് നൽകുന്നത്. അത് 50%ലേക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അവർ സമീപിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്കൂളുകൾക്കും മറ്റ് ക്യാൻറ്റീനുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ ഗ്യാസ് നൽകുന്നത്. അത് കുറയ്ക്കുകയും, കാരണം സ്കൂളുകൾക്ക് അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അത് കുറച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഈ പാചകവാതകം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതാണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കുടുംബമാണ് പട്ടിണിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ വിഭവങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുന്നതും ഈ തൊഴിലാളികളെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉടനടി നടപടി ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഹോട്ടൽ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു.